ഭയങ്കര ആഗ്രഹമാണ് ജീവിതത്തിൽ ഒരു സൈക്കിളിലേക്ക് നമ്മൾ സ്കൂളിലേക്ക് പോകണമെന്നുള്ളത്. എല്ലാ ദിവസവും സ്വപ്നം കാണും. ഇന്ന് നാളെ രാവിലെ അച്ഛൻ വാങ്ങിച്ചു തരും, അടുത്ത ആഴ്ച വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞ് എപ്പോഴും സ്വപ്നം കാണുന്നതാണ്. പക്ഷേ ഒരിക്കലും സൈക്കിൾ കിട്ടിയില്ല. ഒരു സൈക്കിൾ വാങ്ങിച്ച് കൊടുക്കാനായിട്ട് മൊത്തം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. സൈക്കിൾ അന്നത്തെ വില എന്ന് പറയുന്നത് 900 രൂപ 1000 രൂപയൊക്കെ ഉണ്ടായിരിക്കും. അച്ഛൻ്റെ ശമ്പളം പോലും മാത്രമേ ഇല്ലാതെ കൊണ്ട് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ അച്ഛൻ അവിടെ ഒരു കമ്പനി ഉണ്ട്, ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ഡൂൺ ട്രേഡിംഗ് കമ്പനി. പേരെന്താ? ഡൂൺ ട്രേഡിംഗ് കമ്പനി. നിങ്ങൾ എല്ലാ മാസവും 50 രൂപ പൈസ അടച്ചാൽ 10 മാസം അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള സൈക്കിൾ കൊടുക്കും. ഇതിനിടയ്ക്ക് നറുക്കിൽ വീഴുന്നാലും സൈക്കിൾ കിട്ടും. അപ്പോൾ 50 രൂപ അടച്ച് നറുക്കിൽ വീഴുന്നാൽ സൈക്കിൾ കിട്ടും എന്നുള്ളത് കൊണ്ട് എൻ്റെ അച്ഛൻ എല്ലാ മാസവും അച്ഛൻ്റെ ഒരു ശമ്പളത്തിലുള്ള ഒരു തുക എടുത്ത് 50 രൂപ ആ ഡൂൺ ട്രേഡിംഗ് കമ്പനിയിൽ പൈസ അടച്ചു. മോൻ്റെ സ്വപ്നത്തിന് വേണ്ടി. മോണിനത് അറിയത്തില്ല. ഒരു ദിവസം അച്ഛനോട് ഞാൻ വഴക്ക് പറയുവാണ്, എൻ്റെ കൂട്ടുകാരെല്ലാവരും സൈക്കിളിൽ വരുന്നുണ്ട്, ഒരു പഴയ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ പോലും അച്ഛൻ്റെ കഴിയില്ല, നിങ്ങൾക്ക് എൻ്റെ പേരിൽ ഇതില്ല, അതാണ് പറഞ്ഞ് എന്തൊക്കെയോ ഞാൻ വഴക്ക് പറയുക അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ അമ്മ വന്ന് ആ ഡൂൺ ട്രേഡിംഗ് കമ്പനിയുടെ ചീട്ടുണ്ടല്ലോ, ചീറ്റിൽ 50 രൂപ കുറിച്ച് എഴുതിയ ചീട്ട് എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ വിശദീകരിക്കും. എടോ, എന്താണ് അച്ഛനോട് ഇങ്ങനെ പറയുന്നത്? അച്ഛൻ നിനക്ക് വേണ്ടി 50 രൂപ മാസം അടച്ചതാണ്. ഈ ഇങ്ങനത്തെ കമ്പനികളുണ്ടല്ലോ, പ്രശ്നം എന്തിനറിയാവോ? 4ാം മാസമോ 5ാം മാസമോ ആകുമ്പോൾ നമ്മളെടുത്ത് 50 രൂപ വാങ്ങിച്ചതുപോലെ 500 പേരെടുത്ത് 50 രൂപ വാങ്ങിച്ച് കമ്പനിയും കൂട്ടി ഓടിപ്പോയി, പൈസയും പോയി, സൈക്കിളും കിട്ടിയില്ല. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ്, നിനക്ക് വേണ്ടി അച്ഛൻ ഇതൊക്കെ ചെയ്തിരുന്ന്, പക്ഷേ ആയിപ്പോയി, ഒന്നുമില്ല. അന്ന് തൊട്ട് എനിക്ക് ഒരു പരാതിയില്ല, ഞാൻ അച്ഛനോട് സൈക്കിൾ ചോദിച്ചിട്ടില്ല. പക്ഷേ ജീവിതത്തിൽ ചെറുപ്പകാലത്ത് നമ്മളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, അത് നടന്നില്ലെങ്കിൽ എപ്പോഴും ഒരു വിഷമമാണ്. സൈക്കിൾ കിട്ടിയില്ല, 10 കഴിഞ്ഞ് 12 കഴിഞ്ഞ് സൈക്കിളൊന്നും കിട്ടിയില്ല. പിന്നീട് ഞാൻ കോളേജിൽ പോയി, ഇതൊക്കെ പോയി, എല്ലാം ആയാലും സൈക്കിൾ മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് പിന്നെ സൈക്കിൾ ഓടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഒരിക്കലും സൈക്കിൾ മാത്രം കിട്ടിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷം അമേരിക്കയിൽ പഠിക്കാൻ പോയി. ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള വിഷയത്തിൽ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ ഒരു പഴയ സാധനങ്ങളൊക്കെ അവിടുത്തെ വിൽക്കുന്ന കടകളുണ്ട്. അമേരിക്കയിൽ അങ്ങനെയാണ്, നല്ല സാധനം, പഴയതെന്ന് പറയുമ്പോൾ നല്ല സാധനമായിരിക്കും. പെട്ടെന്ന് പോയപ്പോൾ ഒരു സൈക്കിൾ കണ്ടു, പഴയ സൈക്കിൾ കണ്ടു. $100 എന്നുള്ളത് 10,000 രൂപ ഏകദേശം നമ്മളുടെ. $100 വലിയ തുകയില്ല അമേരിക്കയുടെ സ്റ്റാൻഡേർഡ്. അപ്പോൾ ആ സൈക്കിൾ കണ്ടപ്പോൾ സൈക്കിൾ എന്നെ മേടിച്ചോ എന്ന് പറയുന്നത് പോലെ ഉണ്ടായിരുന്നു. ഞാൻ $100 എനിക്ക് വലുതാണ്, അമേരിക്കക്കാർ വലുതല്ല, 10,000 ഉണ്ട്. പക്ഷേ ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ്, വെറുതെ എന്തിനാ 10,000 കൊടുത്ത് ഈ സൈക്കിൾ വാങ്ങിക്കണം? ഭാര്യയ്ക്ക് അറിയത്തില്ല സൈക്കിളിൻ്റെ സ്വപ്നം എന്താണെന്നുള്ളത്. ഞാൻ $100 കൊടുത്ത് ആ സൈക്കിൾ വാങ്ങിച്ചു. $100 വാങ്ങിച്ച് 8ാം ക്ലാസ്സിൽ ഒരു സൈക്കിൾ ഓടിക്കണമെന്നുള്ള എൻ്റെ സ്വപ്നം പൂവണിയുന്നത് എവിടെയാണ്? IAS ആയി അമേരിക്ക പോയപ്പോൾ, അതും പഴയ സൈക്കിൾ $100 വാങ്ങിച്ചപ്പോഴാണ് എൻ്റെ ആദ്യത്തെ സൈക്കിളിൻ്റെ ജീവിതത്തിൽ ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വപ്നങ്ങൾ പൂവണിയണമെങ്കിൽ കഠിനാധ്വാനം വേണം, അതിനുള്ള സമയം വേണം. ആ സമയം വരുമ്പോൾ മാത്രമാണ് സ്വപ്നങ്ങൾ നടക്കുന്നത്.